ഇത് ഭൂമിയല്ല, വീനസ് ആണ്. 300 കോടി വർഷം മുമ്പുള്ള വീനസ്. സൂര്യനുണ്ടായത് 460 കോടി വർഷം മുമ്പാണ്. അന്നത്തെ സൂര്യന് ഇന്നുള്ളത്ര വലിപ്പമോ ചൂടോ ഇല്ല. 400 കോടി വർഷം മുമ്പുള്ള കാലമായപ്പോൾ സൂര്യൻ ഇന്നത്തേക്കാൾ 30% കുറവ് ചൂടും പ്രകാശവുമുള്ള നക്ഷത്രമായി മാറി. അതുകൊണ്ട് തന്നെ വീനസിൽ മിതമായ അളവിലാണ് സൂര്യതാപം ലഭിച്ചിരുന്നത്. ആ കാലത്ത് വീനസ് എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. നാസയുടെ പയനീർ വീനസ് ദൗത്യ പഠനത്തിലൂടെ വീനസിൽ മുമ്പ് കടലുണ്ടായിരുന്നു എന്ന് കണ്ടെത്തി. കൂടാതെ GISS നടത്തിയ സ്റ്റിമുലേഷൻ വഴി വീനസിലെ അന്നത്തെ താപനില 20°C മുതൽ 50°C ആണെന്നും കണ്ടെത്തി. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിൽ എന്ന പോലെ അന്ന് വീനസിലും ജീവൻ വളരുവാൻ വേണ്ട അന്തരീക്ഷം ഉണ്ടായിരുന്നെന്നർത്ഥം. ഇനി പറയുവാൻ പോകുന്ന കാര്യമാണ് നമ്മളെ കുഴപ്പിക്കുന്നത്. 360 കോടി വർഷം മുമ്പ്, അതായത് ഭൂമിയിൽ ആദ്യമായി സൂക്ഷ്മജീവികൾ ഉണ്ടായ അതേ കാലത്ത് വീനസിലും ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നടന്ന പോലെ ഒരുപക്ഷെ ഭൂമിയേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ജീവജാലങ്ങൾ അന്ന് വീനസിലും വളർന്നിരിക്കുവാൻ സാധ്യതയുണ്ട്. കാലം വീണ്ടും കടന്നുപോയപ്പോൾ സൂര്യനിലെ ചൂട് വർദ്ധിച്ചു. വീനസിലെ താപനില 465°C ആയി. തുടർന്ന് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് 96% ഉയർന്നു. ആകാശം സൾഫ്യൂറിക് ആസിഡ് മേഘങ്ങൾ കൊണ്ട് മൂടി. കരയിലെ മർദ്ദം ഭൂമിയിലുള്ളതിനേക്കാൾ 90 മടങ്ങ് കൂടുകയും ചെയ്തു. ഇത്രയും കഠിനമായ അന്തരീക്ഷത്തിലൂടെ കടന്നു ചെന്ന് ഒരു കാലത്ത് വീനസിൽ ജീവൻ ഉണ്ടായിരുന്നോ എന്ന് പരീക്ഷണം നടത്തുവാൻ ഇന്ന് അസാധ്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ വീനസിൽ ജീവൻ ഉണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ തെളിവ് വീനസിൽ ഇന്നും എവിടെയോ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും.